ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടറിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്, എൻ്റെ റിവ്യൂ ആണ്. നമ്മുടെ സാധാരണ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് റിവ്യൂസൊക്കെ കണ്ടിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇവന്മാർ പറയണതൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മേടിച്ചതാണ്. എന്തായാലും ഒരു പ്രൊജക്ടർ മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10,000 അടുത്ത് വരുന്ന ഒരു പ്രൊജക്ടറാണിത്. സാഡ്കോൻ്റെ യുവ പ്ലസ് എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ്, അപ്ഗ്രേഡ് ചെയ്തേക്കുന്ന മോഡലാണെന്നാണ് പറയുന്നത്. 15% ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്, ആൻഡ് 12% ലാർജ് LCD കൊടുത്തിട്ടുണ്ട്, 22% ബ്രൈറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്ഗ്രേഡ് വേർഷനാണെന്ന് പറഞ്ഞേക്കണത്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് ഇത് ഓപ്പൺ ചെയ്ത് പ്രൊജക്ടർ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ പ്രൊജക്ടർ വന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ് അടിയിൽ, അതിൻ്റെ ഉള്ളിലാണ് ഈ ബോക്സ് ഉണ്ടാവുന്നത്. ഈ ബോക്സിലാണ് പ്രൊജക്ടർ ഉണ്ടാവുന്നത്. പ്രൊജക്ടർ ഇങ്ങനെ ഒരു ബോക്സിലായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒരു കവർ ഉണ്ടായിരുന്നില്ല, ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ മാറ്റി വെച്ചതാണ്. ഇങ്ങനൊരു കവർ ഉണ്ടാവുമായിരുന്നു. ഈ കവറിൻ്റെ അകത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവറിൻ്റെ ഉള്ളിലാണ് പ്രൊജക്ടർ വന്നിരുന്നത്. ഞാൻ പിന്നെ അഴിച്ചു വെച്ചതാണ്, നിങ്ങൾക്ക് വെറുതെ ഓപ്പൺ ബോക്സ് ചെയ്ത സമയങ്ങളുണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺട്രോൾസൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ, കൺട്രോൾ സ്വിച്ചൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. ഇത് നമ്മൾ ഈ ബോക്സിൽ നിന്ന് പുറത്തെടുക്കുക, ഇതെടുത്ത് ഇവിടെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 2 കാർഡ് കിടക്കുന്നുണ്ട്. ഇതെന്തിട്ടാണ്? സാഡ്കോ സ്മാർട്ട് പ്രൊജക്ടർ, സ്മാർട്ട് പ്രൊജക്ടറാണ് എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കാം സ്മാർട്ടാണെന്ന്. ഇത് യൂസർ മാനുവലാണ് കേട്ടോ, സ്കാൻ ഫോർ യുവർ യൂസർ മാനുവൽ. ഇപ്പോൾ ഡിജിറ്റലായിട്ട് വന്നതെന്ന് തോന്നുന്നു നമുക്കിതിപ്പോൾ. അപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് ലഭിക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് വാറണ്ടി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ, വാറണ്ടി കാർഡുമാണ്. ഇതും വാറണ്ടി നമ്മൾ QR കാർഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറയാനായിട്ട് റിമോട്ട് ഉണ്ട്, ആൻഡ് ഒരു പവർ കേബിളുണ്ട്, പവർ കൊടുക്കാനായിട്ടുള്ളത്. ഇത്രയാണ് ബോക്സിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊജക്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. കണ്ടോ, പിന്നെ പ്രൊജക്ടറിൻ്റെ ലെൻസിന് ഒരു സ്ലൈഡിങ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ പ്രൊട്ടക്ഷന് വേണ്ടി. ഇത്തിരി ടൈറ്റാണ് ഇത്. എന്തായാലും ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെൻസ് കാണാവുന്നതാണ്. കണ്ടോ, ഇതാണ് പ്രൊജക്ടറിൻ്റെ ലെൻസ് വരുന്നത്. ആൻഡ് കൺട്രോൾ സ്വിച്ചൊക്കെ ഇവിടെ തന്നെയുണ്ട്, പവർ ബട്ടൺ. ഓക്കെ, ആൻഡ് ഇപ്പുറം ഒരു ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും കീ സ്റ്റോൺ അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ തന്നെ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ സൈഡ്. ആൻഡ് ഇത് പവർ കണക്ഷൻ കൊടുക്കാനുള്ളതാണ്. ഇത് സ്പീക്കറാണ്. ആൻഡ് ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കണക്ഷൻ വന്നത്. ഇൻപുട്ടൊക്കെ വന്നത് HDMI പോർട്ട് 2 ഉണ്ട്, USB പോർട്ട് 2 ഉണ്ട്, ഒരു AV ഉണ്ട്, ഒരു ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊജക്ടർ നമ്മൾ പവർ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ ബട്ടൺ ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ റൂമിലാണ് വെച്ചേക്കുന്നത് സാഡ്കോൻ്റെ. അപ്പോൾ ഇതൊന്ന് ഫോക്കസ് ചെയ്യാണ്ട്, എന്തായാലും പ്രൊജക്ടറിന് ഹൈറ്റ് കുറവായതുകൊണ്ട് പ്രൊജക്ടർ അടിയിലാണ് അടിക്കണത്. കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തായാലും നല്ല ക്ലാരിറ്റിയുള്ള പ്രൊജക്ടറാണ് കേട്ടോ. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ഒരു 690 ആൻസി ലൂമിനൻസാണ് കമ്പനി പറഞ്ഞേക്കണത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം തന്നെ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കമ്പനി പറഞ്ഞേക്കണത് എന്തായാലും മോശപ്പെട്ടൊരു ലൂമിനൻസ് അല്ല. ഇത് നമുക്ക് ഈ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ഏതായാലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനൊരു മൂവി എന്തെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ ഒരു USB പെൻ ഡ്രൈവാണ്, അതൊന്ന് കുത്തി നോക്കാം. ഓക്കെ, USB ഒരു മൂവി പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൻഡ് മൂവി എടുത്തിട്ട് നമുക്ക് USB വഴി ആൻഡ് ഇതിൻ്റെ അകത്തൊരു മൂവി കിടക്കുന്നുണ്ട്, നോക്കാം. റേയാൻ നോക്കാം. ഓക്കെ, കൊടുത്ത് നോക്കാം. ஸ்மோக்கிங் காசஸ் கேன்சர், ஸ்மோக்கிங் கில்ஸ். புகைப்பிடித்தல் புற்றுநோயை உண்டாக்கும் மற்றும் உயிரை கொல்லும். கன்சம்ஷன் ஆஃப் ஆல்கஹால் இஸ் இன்ஜூரியஸ் டு ஹெல்த். மது அருந்துதல் உடல் நலத்துக்கு கேடு. பி சேஃப், டோன்ட் ட்ரிங்க் அண்ட் டிரைவ். பாதுகாப்பாக இருப்பீர், மது அருந்திவிட்டு வாகனம் ஓட்டாதீர். കുറച്ച് ഫോർവേഡ് അടിച്ച് കളയാം. അതേ കുഴപ്പമില്ല.
അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു. നമുക്കൊന്ന് സെറ്റിങ്സിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം സെറ്റിങ്സിൽ. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലേക്ക് മാറാം. സോ ഡൗൺ. ഓക്കെ. പിക്ചർ മോഡ്, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ്, കളറ്, ടിൻറ്റ് ഇതൊക്കെ ചെയ്യാനുള്ള ഡിസ്പ്ലേയുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്പുറം ഓഡിയോ, സൗണ്ട് മോഡ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് മോഡ് എന്താണെന്ന് നോക്കാം നമുക്ക്. സൗണ്ട് മോഡ് സ്റ്റാൻഡേർഡ്, മൂവി, മ്യൂസിക്, സ്പോർട്സ്, പിന്നെ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് യൂസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. പിന്നെ ബാസ് ആൻഡ് ട്രബിളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ദെൻ നമുക്ക് മുകളിലോട്ട് പോയിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. OST ലാംഗ്വേജ് നോക്കാം. പിന്നെ അസെപ്റ്റ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ഷൻ മോഡ്, ഡെസ്ക്ടോപ്പ് ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ പ്രൊജക്ടർ ഏത് രീതിയിലാണ് വെക്കുന്നതിനനുസരിച്ച് അത് മാറ്റാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. വേഷനും കൊടുത്തിട്ടുണ്ട്. വേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൊജക്ടർ വെച്ചേക്കണത് ഇത്തിരി ഹൈറ്റ് കുറവില്ല. ഇപ്പോൾ അത് കാരണം കുറച്ച് അടിയിലാണ് പ്രൊജക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് വെക്കാണ്ടത്. അപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടി നമ്മൾ പ്രൊജക്ടർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വെച്ചേക്കണതെന്ന് പിന്നീട് കറക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കടിച്ച് വേറെ എന്താ ഉള്ളത്. പിന്നെ AV ഇൻപുട്ട്, ഫോട്ടോസ്, ടെക്സ്റ്റ്, മ്യൂസിക്. അപ്പോൾ പിന്നെ അത് സ്മാർട്ട് പ്രൊജക്ടർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈഫൈ കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത പ്രൊജക്ടറാണെന്നാണ്. അല്ലെങ്കിൽ സെറ്റിങ്സിൽ എന്തെങ്കിലും കണക്ടിവിറ്റി കൊടുത്താൽ അതൊന്നും ഇല്ലാത്ത എന്തായാലും ലഭ്യമല്ല. അപ്പോൾ ഇത് സ്മാർട്ട് പ്രൊജക്ടർ എന്ന് പറയാമെങ്കിലും അത്ര സ്മാർട്ടായിട്ടുള്ള പ്രൊജക്ടറൊന്നുമില്ല. നമുക്ക് പിന്നെ ഒരു HDMI കേബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫയർ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു MI ബോക്സോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണക്ഷൻ വയർലെസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രൊജക്ഷന് വേറെ പ്രശ്നമൊന്നുമില്ലാത്തൊരു പ്രൊജക്ടറാണ്. നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു 1 മണി സമയമാണ്. നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ അകത്താണെങ്കിലും അത്യാവശ്യം വെളിച്ചമൊക്കെ കയറുന്ന റൂമാണ്. ഇനി നമുക്കൊരു നൈറ്റ് ഇതിൻ്റെ ഒരു വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്, അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ല വിഷ്വൽ ക്ലാരിറ്റി ഉള്ളതാണ്. നൈറ്റ് നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നൈറ്റ് നമുക്കൊന്നുകൂടി എടുത്ത് നോക്കാം. പക്ഷേ ഓക്കെയാണ്. പ്രൊജക്ടറിന് വേറെ നിലവിൽ പ്രശ്നമൊന്നും കാണുന്നില്ല. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാനത് എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കണ്ട വിഷ്വൽ എന്ന് പറയുന്നത് നമ്മൾ നൈറ്റ് ഒരു 6 മണി 6:30 ആയപ്പെടുത്തിട്ടുള്ള വിഷ്വലാണ് നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ പ്രൊജക്ടർ കുട്ടപ്പന തട്ടിക്കുട്ടി പെട്ടിയിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ തൽക്കാലത്തേക്കൊരു ജസ്റ്റ് ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടി എന്താണ്, നമ്മൾ മേടിച്ചത് വറുത്താണോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കിയതാണ്. അതിനുശേഷം ആളെ ഞാൻ പെട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ചോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നല്ല ബ്രൈറ്റ്നസിൻ്റെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഒരു തടസ്സം ഉണ്ടായെന്ന് പറയാനായിട്ട് നമ്മൊരു 1 GB 200 MB ഉള്ളൊരു ഫയൽ, അതായത് 1 GB 200 MB ഉള്ളൊരു മൂവി പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ പ്ലേ ആയി. പക്ഷേ അതിൻ്റെ അത് ഓഡിയോ സപ്പോർട്ടാണ് ഉണ്ടായില്ല. ഓഡിയോ നോട്ട് സപ്പോർട്ടെന്ന് എഴുതി കാണിക്കാനുണ്ടായ പ്രൊജക്ടറിൽ. എനിക്ക് തോന്നുന്നപ്പോൾ കൂടിയ ഫയലിലൊന്നും ഓഡിയോ സപ്പോർട്ട് ചെയ്യാൻ വഴിയില്ലെന്നുകൊണ്ട് നമ്മളതൊരു USB പോർട്ടിലാണ് കൊടുത്തത്. പെൻ ഡ്രൈവ് വഴിയാണ് പ്ലേ ചെയ്തത്. HDMI കേബിളൊക്കെ ഉപയോഗിച്ചായിരുന്നെങ്കിൽ വേണമെങ്കിൽ അത് നല്ല സപ്പോർട്ട് ചെയ്താന്. പിന്നെ അതിൻ്റെ അകത്ത് 180p ഫുൾ HD റെസൊല്യൂഷൻ സപ്പോർട്ടാണ് കൊടുത്തേക്കണമെന്ന്. 4K സപ്പോർട്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട്. സൈറ്റിൽ തന്നെ കമ്പനി ആൻസി ലൂമിയൻസ് കൊടുത്തേക്കുന്നത് 690 ആൻസി ലൂമിയൻസിൻ്റെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പ്രൊജക്ടറിൻ്റെ ഡീറ്റെയിൽ പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണുന്നത് 430 ആൻസി ലൂമിയൻസ് മാത്രമാണ്. എന്തായാലും നമുക്കൊരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ്സൊക്കെ അത് മതി, നമുക്കത് ലഭിക്കുന്നുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, നമുക്കിപ്പോൾ നിലവിൽ ഈ പ്രൊജക്ടർ തന്നെ ഉപയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പിന്നീട് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ വേണമെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രൊജക്ടർ അപ്പം നമ്മൾ എടുത്ത പൈസക്ക് വർത്തായിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ്. 8400 ആൻസി ലൂമിയൻസ്, ലൂമിയൻസാണ് പറയുന്നത്, ആൻസി ലൂമിയൻസ് അല്ല, ലൂമിനൻസ്. അതിൽ തന്നെ 430 ആൻസി ലൂമിയൻസ് കിട്ടുമെന്ന് പറയുന്നത്. ആൻസി ലൂമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടറിൻ്റെ യഥാർത്ഥ ബ്രൈറ്റ്നസ് ലഭിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ആൻസി ലൂമിനൻസിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ ഇപ്പോൾ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ആൻസി ലൂമിനൻസിനെ പറ്റി കറക്റ്റായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്.
പിന്നെ ഇതിൽ നമ്മൾ സ്മാർട്ട് പ്രൊജക്ടറാണെന്ന് നമ്മൾ അതിൻ്റെ ഒരു കാർഡ് തുറന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു യൂസർ മാനുവലിൽ ഈ സ്മാർട്ട് പ്രൊജക്ടർ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൾ പക്ഷേ അത്ര സ്മാർട്ടൊന്നുമല്ല, വൈഫൈ കണക്ടിവിറ്റി ഒന്നുമില്ല. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, അല്ലാണ്ട് നമുക്ക് വയർലെസ് സ്ട്രീമിംഗ് ഒന്നും ലഭ്യമല്ല. അതിന് നമ്മൾ HDMI പോർട്ട് ഉപയോഗിക്കുക അല്ലെ MI ബോക്സ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം അത് കുഴപ്പമില്ല, കാരണം എക്സ്ട്രാ മേടിച്ചാലും നമുക്കതൊരു വർത്തായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്, കാരണം നമുക്ക് പറഞ്ഞ പോലെ ഒരു HDMI പോർട്ടൊക്കെ മേടിക്കണം. പിന്നെ ഒരു TV സ്റ്റിക്കല്ല MI ബോക്സ് മേടിച്ച് കണക്ട് ചെയ്യാണ്ട് അതിനുശേഷം വേണമെങ്കിൽ അത് സെറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ ഒക്കെ അതിനുശേഷം ഇടാവുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല, സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ പ്രൊജക്ടർ തന്നെയാണ് ഇവനെ നമ്മളിപ്പോൾ നമ്മൾ കൂടെ കൂട്ടുകയാണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവനെ കൊണ്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ വീഡിയോ അത് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.